Electrostatics for +2 regular students. Exercises. പാർട്ട് 56 ഈ പ്ലേ ലിസ്റ്റിലെ നമ്പർ വെച്ച് ഞാൻ ഈ പറയുന്നത്. പ്ലേ ലിസ്റ്റിൽ പെടാത്തത് ചിലപ്പോൾ വേറെ ജനറൽ പോസ്റ്റിങ്സിൽ കാണും. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Suppose a uniform electric field is present in the room you are working, with the lines of force horizontal and at right angles to one wall. As you walk toward the wall from which the lines of force emerge into the room, are you walking toward points of higher and higher or lower and lower potential? നിങ്ങൾ വർക്ക് ചെയ്യുന്ന റൂമിൽ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇതിൽ ഒരു വാളിൽ നിന്നും ലൈൻസ് ഓഫ് ഫോഴ്സ് എമർജ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. റൈറ്റ് ആംഗിൾസ് ടു ദി വോൾ. നിങ്ങൾ ആ വോളിലേക്ക് നടന്നെടുക്കുന്നു എങ്കിൽ നിങ്ങൾ ഹയർ ആൻഡ് ഹയർ പൊട്ടൻഷ്യലിലോട്ടാണോ പോകുന്നത്, അത് ലോവർ ആൻഡ് ലോവർ പൊട്ടൻഷ്യലിലോട്ടാണോ പോകുന്നത്? വോളിൽ നിന്നാണ് ലൈൻ ഓഫ് ഫോഴ്സ് എമർജ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വോളിൽ നിന്ന് എവേ ആണ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ. അപ്പം നിങ്ങൾ വോളിലേക്ക് നടക്കുമ്പോൾ ഫീൽഡിന് ഓപ്പോസിറ്റായിട്ടാണ് നടക്കുന്നത്. നേരത്തെ ഞാൻ പല പോസ്റ്റിങ്സിൽ കാണിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ പൊട്ടൻഷ്യൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഫീൽഡിനെതിരെ നടക്കുക എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ കൂടിയിടത്തോട്ടാണ് നിങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ, യു ആർ വാക്കിംഗ് ടുവേർഡ് പോയിൻറ്റ്സ് ഓഫ് ഹയർ ആൻഡ് ഹയർ പൊട്ടൻഷ്യൽ. അതാണ് ആൻസർ. അനദർ വൺ. What is the relation between electric intensity and electric potential? ഒറ്റ വാക്കി പറയാനുള്ളതേ ഉള്ളൂ. Electric intensity is the negative of potential gradient, or capital E equals minus dV by dr. അത് എഴുതി കൊടുത്താലും മതി. അല്ലെങ്കിൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഈസ് ദി നെഗറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞാലും മതി. ഇതൊക്കെ ഒരു മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അനദർ വൺ. 2 parallel plates are separated by 2 centimeter. The potential of one plate is plus 500 volts and that of the other is minus 500 volts. Show in a diagram the equipotential surfaces between the plates at potentials of plus 250 volts, 0 volts, minus 250 volts. ഇവിടെ നമുക്കറിയാം, ഇപ്പോൾ എക്സ് ആക്സിസ് പ്ലേറ്റ്, 2 പ്ലേറ്റുകൾ വൈ ആക്സിസിന് പാരലായിട്ട് വെച്ചിരിക്കുന്നു എന്നിരിക്കട്ടെ. ഇത് എക്സ് ആക്സിസ്. അപ്പോൾ ഈ അകലം എക്സ് എന്നെടുക്കുക. നമുക്കറിയാം ഇ ഈക്വൽസ് മൈനസ് ഡി വി ബൈ ഡി ആർ. ഇവിടെ ഇപ്പോൾ ആറിൻ്റെ സ്ഥാനത്ത് എക്സാ എടുക്കേണ്ടത്. അപ്പോൾ ഇ ഈക്വൽസ് മൈനസ് ഡി വി ബൈ ഡി എക്സ്, ഓർ ഡി വി ഈക്വൽസ്, ഈ മൈനസ് നമുക്കങ്ങ് ഒഴിവാക്കാം. ഡി വി മൈനസ് എപ്പോഴും ഇടേണ്ട കാര്യമില്ല കാൽക്കുലേഷനിൽ. ഡി വി ഈക്വൽസ് ഇ ഇൻറ്റു ഡി എക്സ്. ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ വി ഈക്വൽസ്
ഇ എക്സ് എന്ന് വരും. പ്ലസ് എ കോൺസ്റ്റൻ്റ് ഉണ്ട്, ആ കോൺസ്റ്റൻ്റ് 0 എന്നങ്ങ് എടുക്കുക. അപ്പോൾ വി ഈക്വൽസ് ഇ ഇൻറ്റു എക്സ്. നമുക്ക് ഇതിൻ്റെ റഫായിട്ട് രൂപം മതി. അതായത് ഈ കോൺസ്റ്റൻ്റാണ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ഉള്ള രണ്ട് പ്ലേറ്റിനിടയ്ക്കുള്ള ഇലക്ട്രിക് പാരലൽ പ്ലേറ്റ്സിനുള്ള ഇടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആ കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ഈ ഈസ് എ കോൺസ്റ്റൻറ്റ്. ചുരുക്കത്തിൽ ഇവിടുന്ന് മനസ്സിലാകുന്ന കാര്യം എന്തോ, വി ഈസ് എ കോൺസ്റ്റൻറ്റ് ഇൻ ടു ഡിസ്റ്റൻസ് എക്സ്. അപ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിസ്റ്റൻസുമായിട്ട് ലീനിയറായിട്ടാണ് വേരി ചെയ്യുന്നത്, പ്രൊപ്പോർഷണലായിട്ടാണ് വേരി ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റീവ് പ്ലേറ്റ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ -500 വോൾട്ട്, ഈ പ്ലേറ്റിൻ്റെ പൊട്ടൻഷ്യൽ +500 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. ഇതിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ അപ്പോൾ ഈ -500 നിന്ന് +500 ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടുള്ള വേരിയേഷനാണ്, ലീനിയർ വേരിയേഷനാണ്. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് പോകും. മിഡ് പോയിൻറ്റിൽ, അതായത് ഇവിടെയാണ് നമ്മൾ x=0 എന്ന് എടുക്കുന്നത്. x=0 ആകുമ്പോൾ v 0 അപ്പോൾ രണ്ട് പ്ലേറ്റിൻ്റെ മിഡ് പോയിൻറ്റിൽ v=0 എങ്കിൽ ഇതിൻ്റെ മിഡിലെടുത്താൽ, അതായത് ഇതിപ്പോൾ -1 സെൻറ്റിമീറ്ററാണ് ഈ പ്ലേറ്റ്. മൊത്തം അകലം 2 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇത് 1 സെൻറ്റിമീറ്ററാണ് ഇത് ഓരോന്നും. അപ്പോൾ ഇത് x=-1 സെൻറ്റിമീറ്റർ എന്നെടുത്താൽ ഇത് x=+1 സെൻറ്റിമീറ്റർ. കണ്ടല്ലോ. എങ്കിൽ പൊട്ടൻഷ്യൽ +250 വരുന്നത് ഇതിൻ്റെ മിഡിലായിരിക്കും. -250 എന്ന് പറഞ്ഞാൽ 500ൻ്റെ പകുതിയല്ലേ. പൊട്ടൻഷ്യൽ പകുതിയാകുമ്പോൾ ഡിസ്റ്റൻസും പകുതിയാകണം, കാരണം ഈ ഒരു കോൺസ്റ്റൻ്റാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ +250 വോൾട്ട് എന്ന് പറയുമ്പം ഈ 1ൻ്റെ പകുതി 0.5 സെൻറ്റിമീറ്റർ വരും. -250 വോൾട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പകുതി വരും, -0.5 എന്ന് വരും. അപ്പോൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഈ ഡയഗ്രാം നിങ്ങൾ വരയ്ക്കേണ്ട, ഇതാണ് വരയ്ക്കേണ്ടത്. ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല, ഇത് അറിഞ്ഞിരിക്കുക. എവിടെയെങ്കിലും മനസ്സിൽ കാണുകയോ കുറിച്ച് വെക്കുകയോ ചെയ്തിട്ട് പരീക്ഷയ്ക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ ഇത് -500 വോൾട്ടിൻ്റെ പ്ലേറ്റ്, ഇത് +500 വോൾട്ടിൻ്റെ പ്ലേറ്റ്. എങ്കിൽ v=0 എന്ന് പറയുന്ന ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഈ മിഡിലിൽ കൂടെയുള്ള പ്ലെയിനാണ്. ഈ പ്ലെയിൻ ഷീറ്റിന് പാരലായിട്ടുള്ള ഒരു പ്ലെയിൻ സർഫസാണ് ഇവിടുത്തെ എല്ലാ ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ്. അപ്പോൾ v=0 എന്ന് പറയുമ്പോൾ മിഡിലിൽ കൂടുള്ള പ്ലെയിനാണ്. ഇങ്ങനെ v=-250 വോൾട്ടിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് -0.5 സെൻറ്റിമീറ്റർ ഇതിൻ്റെയും മിഡിലിൽ വരും. +250 +0.5 ഈ v=-250 വോൾട്ട് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മിഡിലിൽ വരും, അതായത് -0.5 സെൻറ്റിമീറ്ററിൽ വരും. ഇവിടെ ഇതിൻ്റെ ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് -250. ഇവിടെ ഇത് മൈനസും ഇത് പ്ലസ് പ്ലേറ്റുമാണ്, ഇത് പ്ലസ് പ്ലേറ്റാണ്, ഇത് മൈനസ് പ്ലേറ്റാണ്. അപ്പോൾ ഇത് x=-0.5 സെൻറ്റിമീറ്റർ, ഇത് പ്ലസ് പ്ലേറ്റാണ്, ഞാൻ ഓർക്കാൻ മനസ്സിട്ടാണ്. ഇവിടെ ഇതിൻ്റെ x=+0.5 സെൻറ്റിമീറ്റർ. മിഡിലെ പ്ലെയിൻ v=0 വരും. ഇതൊന്ന് തിരികൊള്ളുക. ഇത് പ്ലസ് മൈനസ് പ്ലേറ്റ് പ്ലസ് പ്ലേറ്റ്, ഇത് -500 വോൾട്ട് +500 വോൾട്ട്. ഓക്കെ, വൺ മോർ. Capital A and capital B are two conducting spheres of radii 1 centimeter and 10 centimeter respectively, separated by 50 centimeter. A charge of 10 nanocoulomb is given to A
A and B are then connected together by a conducting wire. Find the final charge on each sphere and potential. ഇതാണ് ചോദ്യം. A and B are two spheres. ഇതിൻ്റെ റേഡിയസ് 1 സെൻറ്റിമീറ്റർ, ഇതിൻ്റെ റേഡിയസ് 10 സെൻറ്റിമീറ്റർ. ആദ്യം ഇതിലേ ചാർജ് കൊടുത്തിട്ടുള്ളൂ. ഇത് ആദ്യം ചാർജ് 0യാണ്. ഇതിൻ്റെ സെൻറ്റേഴ്സ് തമ്മിലുള്ള അകലം D = 50 സെൻറ്റിമീറ്റർ. ഇത് തമ്മിൽ ഒരു കണ്ടക്റ്റിംഗ് വയർ വെച്ച് കണക്ട് ചെയ്യുന്നതാണ്. കണക്ട് ചെയ്യുമ്പോൾ ഇതിൽ നിന്നും ചാർജ് ഇതിലേക്ക് ഫ്ലോ ചെയ്യും. എന്നിട്ട് ഒരു രണ്ടിനും പൊട്ടൻഷ്യൽ ഈക്വൽ ആകുന്നിടം വരെ ഈ ഫ്ലോ നടക്കും. അങ്ങനെ ചാർജ് സ്റ്റെബിലൈസ്ഡ് ആയി കഴിയുമ്പോൾ ഓരോന്നിൻ്റെയും പൊട്ടൻഷ്യൽ എത്ര എന്നുള്ളത് നോക്കണ്ടേ. അപ്പോൾ VA ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ രണ്ടിൽ ചാർജ് ഉണ്ട്. കണ്ടക്റ്റിംഗ് വയർ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ നിന്നുള്ള പോസിറ്റീവ് ചാർജാണ് ഇതിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് കുറേ. അപ്പോൾ രണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ചാർജ്. അപ്പോൾ എയുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഇതിലെ ചാർജ് കൊണ്ടുണ്ടാവുന്ന പൊട്ടൻഷ്യലുണ്ട്, പ്ലസ് ഈ സ്ഫിയർ ഇതിൽ കൊടുക്കുന്ന പൊട്ടൻഷ്യലുണ്ട്. അപ്പോൾ VA = 9 × 10⁹ 1/4πε0 ഇൻറ്റു ഇതിലെ ചാർജ് കൊണ്ട് ഇതിനുണ്ടാവുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതിലെ ചാർജ് QA/ ഇതിൻ്റെ റേഡിയസ് Q/R. ഒരു സ്ഫിയറിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ സർഫസിലും ഉള്ളിലും എല്ലാം സെയിം ആ ചാർജ് ബൈ റേഡിയസ്. അപ്പോൾ QA/1 സെൻറ്റിമീറ്റർ റേഡിയസ് മീറ്റർ ആക്കും 0.01 പ്ലസ് ഈ സ്ഫിയർ ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഇതിലെ ചാർജ് Q/ ഈ ഡിസ്റ്റൻസ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദിസ് സ്ഫിയർ അറ്റ് ദിസ് ഡിസ്റ്റൻസ് ദിസ് പോയിൻറ്റ് എന്ന് പറയുമ്പോൾ QB/ ഈ ഡിസ്റ്റൻസ് 50 സെൻറ്റിമീറ്റർ മീറ്റർ ആക്കും 0.5 മീറ്റർ. ഇതാണ് VA. ഇതുപോലെ VB കാണാം. ബിയുടെ പൊട്ടൻഷ്യൽ ഇതിലെ ചാർജ് കൊണ്ട് അതിനുണ്ടാകുന്ന പൊട്ടൻഷ്യൽ പ്ലസ് ഇതിന് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ 9 × 10⁹ QB/ ഇതിൻ്റെ റേഡിയസ് ഇതിലെ ചാർജ് കൊണ്ട് ഇതിനുണ്ടാകുന്ന പൊട്ടൻഷ്യൽ QB/RB. അപ്പോൾ QB/ ഇതിൻ്റെ റേഡിയസ് 10 സെൻറ്റിമീറ്റർ, അപ്പോൾ 0.1 മീറ്റർ പ്ലസ് ഇതിന് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഇതിലെ ചാർജ് ബൈ ഈ ഡിസ്റ്റൻസ്. അപ്പോൾ QA/0.5. ദിസ് ഈസ് 9 × 10⁹. ഇത് സിംപ്ലിഫൈ ചെയ്യാം. ആദ്യത്തേത് 9 × 10⁹ × 100 QA പ്ലസ് 5 QB. ഇത് 2 QA 2 QB 1/0.5. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 9 × 10⁹ × 10 QB പ്ലസ് 2 QA എന്ന് വരും. അല്ലേ? ഇനിയും രണ്ടിൻ്റെ പൊട്ടൻഷ്യൽ ഈക്വല. ചാർജ് ഷെയറിങ് നടന്നു കഴിയുമ്പോൾ രണ്ടും ഒരേ പൊട്ടൻഷ്യൽ എത്തുക. പൊട്ടൻഷ്യൽ ഒരുപോലെ ആയി കഴിയുമ്പം പിന്നെ ചാർജ് അങ്ങോട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്യില്ല. അപ്പോൾ ഫൈനൽ കേസിൽ VA = VB. ഈ രണ്ട് പൊട്ടൻഷ്യൽ ഈക്വല. ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. 49 QA മൈനസ് 4 QB = 0 എന്ന് വരും. ഇക്വേഷൻ 1. ഇനിയും ഇത് ആരംഭത്തിൽ എയിലെ ചാർജ് ഉണ്ടായിരുന്നുള്ളൂ 10 നാനോ കുളമ്പ. അതാണല്ലോ അതിലെ ഒരു പങ്ക ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടിലേയും കൂടെ ടോട്ടൽ ചാർജ് എടുത്തു കഴിഞ്ഞാൽ അത് ഈ 10 നാനോ കുളമ്പ. അപ്പോൾ QA + QB രണ്ടിലും കൂടെ ടോട്ടൽ ചാർജ് 10 നാനോ കുളമ്പ. ദാറ്റ് ഈസ് 10 × 10⁻⁹ കുളമ്പ്. ഈ രണ്ട് സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് ഉണ്ട്. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യാം. ദെൻ യു വിൽ ഗെറ്റ് QA = 0.75 × 10⁻⁹ കുളമ്പ് ആൻഡ് QB = 9.25 × 10⁻⁹ കുളമ്പ്. ഓക്കെ. ഇനി പൊട്ടൻഷ്യൽ കാണണം. ഇപ്പോൾ പറഞ്ഞല്ലോ VA = VB.
അപ്പോൾ അതിനകത്ത് വി രണ്ടിനെയും പൊട്ടൻഷ്യൽ ഷെയറിങ് കഴിയുമ്പോൾ സെയിമാണ്. അപ്പോൾ ഒന്നുകിൽ വി എ കണ്ടുപിടിക്കുക, അല്ല വി വി. അപ്പോൾ ആദ്യത്തെ ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. വി എ 9 × 10⁹ ക്യു എ ബൈ ഉണ്ടല്ലോ, ആ ഫോർമുലയിലോട്ടോ ആദ്യത്തെ ഫോർമുലയിലോട്ടോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. 845 വോൾട്ട് എന്ന് വരും. ഒന്നുകിൽ വി എ എന്നുള്ള ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ല വി ബിയുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്യു എയും ക്യൂവും ബിയും കിട്ടിക്കഴിഞ്ഞല്ലോ. അത് രണ്ടും കൂടെ ആദ്യത്തെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വി എയോ വി ബിയോ കിട്ടും. അത് തന്നെയാണ് ഫൈനൽ പൊട്ടൻഷ്യൽ. കാരണം വി എ ഈക്വൽസ് വി ബി. കൂടുതൽ ചോദ്യങ്ങളും ഒക്കെ വീണ്ടും വീണ്ടും വരും. മറ്റ് ചാപ്റ്റേഴ്സ് ഇടയ്ക്ക് ഞാൻ കൊടുക്കും. അതാതിൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണാം. താങ്ക് യു.